ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربي زدنا علما. ഏറെ സ്നേഹമുള്ള അൽബയാൻ ഓൺലൈൻ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സൂക്ഷിക്കണമെന്ന് ഒരു ദീനി ക്ലാസ്സിൻ്റെ ആമുഖം എന്ന നിലയിൽ വളരെ ഗൗരവത്തോടെ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അതിനു നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ ദാസന്മാർ, പരമകാരുണികൻ്റെ അടിമകൾ എന്നവരുടെ വിശേഷണങ്ങളാണ്, അവരുടെ ഗുണങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വഭാവങ്ങളിൽ ആദ്യമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വിനയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തുടർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ, പരമകാരുണികൻ്റെ അടിമകളുടെ സ്വഭാവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തതായി രണ്ടാമതായി നമ്മോട് പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വല്ലദീന വഇദാ ഖാതബഹും അൽ ജാഹിലൂന ഖാലു സലാമ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അവിവേകികളായ, അറിവില്ലാത്ത ആളുകൾ അവരോട് സംസാരിച്ചാൽ സമാധാനത്തോടെ തിരിച്ചു മറുപടി പറയും, സലാം എന്ന് പറയും എന്നൊക്കെയാണ്. സഹോദരങ്ങളെ, അവിവേകികളോട് വിവേകത്തോടെ, അറിവില്ലാത്തവരോട് പക്വതയോടെ സംസാരിക്കാൻ പറ്റുന്നവരാണ് അള്ളാഹുവിൻ്റെ പരമകാരുണികൻ്റെ അടിമകൾ എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ജാഹിൽ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്, അറബിയിൽ ജാഹിൽ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ആളുകൾക്കാണ് പറയുക. വിദ്യാഭ്യാസമില്ലാത്ത, അറിവില്ലാത്ത, ഇൽമില്ലാത്ത ആളുകൾക്ക് ജാഹിൽ എന്ന അറബിയിൽ പ്രയോഗിക്കും. ഇവിടെ അർത്ഥമാക്കുന്നത് പെരുമാറ്റത്തിലും അവരുടെ ഇടപാടുകളിലുമൊന്നും പക്വത പാലിക്കാൻ കഴിയാത്ത ആളുകൾ, നല്ല രീതിയിലുള്ള സംസാരങ്ങളോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടലുകളോ നടത്താൻ കഴിയാത്ത അത്തരത്തിലുള്ള ആളുകളോട് പെരുമാറുമ്പോൾ തിരിച്ച് മറുപടി കൊടുക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അവരോട് പെരുമാറുന്നത് ഏറ്റവും പക്വമായ വിവേകത്തോടു കൂടിയായിരിക്കണം എന്നാണ് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും വിവേകമുള്ള ആളായി തീരണം. വിവേകത്തോടു കൂടി പെരുമാറുമ്പോഴാണ് അവരുടെ ഈമാനിൽ ഏറ്റവും കൂടുതൽ ശുദ്ധി നേടാനും അതിൻ്റെ പരിപൂർണത നേടാനും അവർക്ക് സാധിക്കുന്നത്. മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ല, ഹസനുൽ ബസ്രി റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഖാലു സലാമൻ എന്നതിനെ വിശദീകരിച്ച് അവർ പറയുകയാണ്, ഹുലമാഉൻ ലാ യജാലൂൻ. ഈ ആളുകൾക്ക് വിവേകമുള്ളവരാണ്. അവരൊരിക്കലും അജ്ഞമായ രൂപത്തിൽ അവിവേകത്തോടു കൂടി അവർ പെരുമാറുകയില്ല. വഇൻ ജുഹില അലൈഹിം, ഇനി അവരോട് ആരെങ്കിലും അജ്ഞരൂപത്തിൽ അവിവേകത്തോടു കൂടി പെരുമാറിയാലോ, ഹുലിമു, ഇവർ വിവേകത്തോടു കൂടിയാണ് തിരിച്ചു പെരുമാറുക എന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ പക്വതയും വിവേകവുമൊക്കെ ഉണ്ടായിരിക്കണമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 114 അതേ രൂപത്തിൽ തന്നെ സൂറത്ത് ഹൂദിൻ്റെ 75 അള്ളാഹു പറയുകയാണ്, ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. സൂറത്ത് തൗബയിൽ പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലഅവ്വാഹുൻ ഹലീം, സഹനശീലമുള്ള, ഭക്തിയുള്ള,
അല്ലേ, വിവേകമുള്ള അതേപോലെ തന്നെ താഴ്മയുള്ള ആളാണ് എന്നതാണ്. അതേപോലെ തന്നെ സൂറത്ത് ഹൂദിലെ 75 പറഞ്ഞു, ഇന്ന ഇബ്രാഹിം അല ഹലീമുൻ അവ്വാഹുൻ മുനീബുൻ. മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താഴ്മയുള്ള, ഭക്തിയുള്ള, സഹനശീലമുള്ള ആളാണ്, വിവേകമുള്ള ആളാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിവേകത്തെക്കുറിച്ച് തഫ്സീറുകളിൽ ചർച്ച കാണാൻ കഴിയും. പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞത്, നീ എൻ്റെ കൺമുമ്പിൽ നിന്നെ കണ്ടുപോകരുത്. അറിവില്ലാത്ത പിതാവാണ്. നിന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും സൗമ്യമായ രൂപത്തിൽ മാന്യതയോടെ എൻ്റെ പൊന്നു പിതാവേ എന്ന് അഭിസംബോധന ചെയ്തപ്പോഴും പിതാവിൻ്റെ മറുപടി നേരെ തിരിച്ചാൻ. പിതാവ് അവിവേകത്തോടു കൂടിയാണ് ഇബ്രാഹിം നബിയോട് പെരുമാറിയത്. നിന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ടാൽ നിന്നെ കല്ലെറിഞ്ഞാട്ടും, അതുകൊണ്ട് ഒരു വലിയ കാലയളവ് നീ എൻ്റെ കൺമുമ്പിൽ വന്നു പോവരുത് എന്ന് പറഞ്ഞ് മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉപ്പ ആട്ടിയകറ്റുകയാണ്. പക്ഷേ ഇബ്രാഹിം നബി തിരിച്ചു പറഞ്ഞതോ, ഉപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ശാന്തി, സലാമൻ, അല്ലേ, സലാമൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പോൾ മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ഗുണമാണ്. ഇബ്രാഹിം നബി മാത്രമല്ല, ഇബ്രാഹിം നബിയുടെ മകനെക്കുറിച്ച് പറഞ്ഞപ്പോഴും സൂറത്തു സ്വാഫാത്തിൻ്റെ 101 ഇസ്മായിൽ നബിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ വാക്ക് പറയുന്നുണ്ട്, ഫബശ്ശർനാഉ ബിഉലാമിൻ ഹലീം. അല്ലേ, ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത മോൻ്റെ സ്വഭാവം എന്താണ്? ഹലീമാണ്, വിവേകമുള്ള, സഹനശീലമുള്ള ആളാണ് എന്നതാണ്. സഹോദരങ്ങൾ, അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബിക്കും അതുപോലെ തന്നെ ഇസ്മായിൽ നബിക്കൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു ഗുണമായി അള്ളാഹു പറയുന്നതാണ് വിവേകത്തോടു കൂടി പെരുമാറുന്ന, വിവേകത്തോടു കൂടി ഇടപെടുന്ന ആളുകളാണ് അവരൊക്കെ എന്ന്. ചരിത്രത്തിലൊരു സംഭവം കാണാൻ കഴിയും. അഷജുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കൗമിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ റസൂലിൻ്റെ പള്ളിയിൽ കടച്ചെത്തിയപ്പോൾ ഇവരെല്ലാവരും ഒട്ടകപ്പുറത്തുനിന്ന് ചാടി അവരുടെ ആ യാത്രാ വിയർപ്പോടെ, യാത്രയിൽ അവരുടെ ശരീരത്തിൽ പറ്റിയ പൊടിയോടെ ഇവരെല്ലാവരും ഓടി റസൂലിൻ്റെ അടുത്തേക്ക് പോയി റസൂലിനെ കെട്ടിപ്പിടിക്കുന്ന, അതല്ലെങ്കിൽ റസൂലിൻ്റെ അടുത്തേക്ക് പോകുന്നൊരവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇവർ നേരെ പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുമായി സംസാരിച്ച് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ നേതാവ് ആരാണ്? അപ്പോൾ അവരെല്ലാവരും നേതാവിനെ തിരയുകയാണ്. നേതാവ് അഷജുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹു വസ്ത്രമൊക്കെ മാറ്റി വൃത്തിയോടെ ഒട്ടകപ്പുറത്തുനിന്ന് സാവകാശം ഇറങ്ങി വൃത്തിയോടെ വസ്ത്രമൊക്കെ മാറ്റി നല്ല വൃത്തിയോടെ പ്രവാചകൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ. അഷജുൽ ഖൈസിനോട് പറയുകയാണ്, റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, നിന്നിൽ 2 ഗുണങ്ങളുണ്ട്. ആ 2 ഗുണങ്ങളും യുഹിബ്ബുഹുമല്ലാഹ്, അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏതാണ് പ്രിയപ്പെട്ടവർ ആ 2 ഗുണം? ഒന്ന് അൽ ഹിൽമു, വിവേകമാണ്. മറ്റൊന്ന് അൽ അനാത്ത്, സാവകാശമാണ്. എന്തിലും ഒരു സാവകാശത്തോടെ, അല്ലേ, വിവേകത്തോടുകൂടി പക്വതയോടുകൂടി പെരുമാറുന്ന സ്വഭാവമാണ് മഹാന്മാരായ സ്വഹാബാക്കൾക്കും അതേപോലെ തന്നെ പ്രവാചകന്മാർക്കുമൊക്കെ ഉണ്ടായിരുന്നത് എന്നതാണ്. സഹോദരങ്ങളെ, അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അതല്ലെങ്കിൽ അറബിയിൽ പറയുന്നൊരു വാക്കാണ് അൽ ഹിജാബു, അൽ ഹിൽമു ഹിജാബുൽ ആഫാത്ത്. വിവേകം എന്നുള്ളത് അപകടങ്ങൾക്ക് മുമ്പിലുള്ളൊരു മറയാണ് എന്നാണ്. വിവേകമില്ലാതെ നമ്മൾ പെരുമാറിയാൽ പ്രശ്നങ്ങൾ അത് കലുഷിതമാകും, അന്തരീക്ഷം വളരെ മോശമാവും, പ്രയാസങ്ങളും പ്രതിസന്ധികളും ആധിക്യത്തിലേക്ക്, അതിൻ്റെ തീവ്രതയിലേക്ക് എത്തുകയല്ലാതെ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല. ഇന്ത്യയിൽ സമകാലിക സാഹചര്യത്തിൽ നമുക്കറിയാം, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ അവിടെ പക്വമായ രീതിയിൽ വിവേകത്തോടു കൂടി പെരുമാറിയപ്പോൾ അതെല്ലാം വളരെ മാന്യമായി തന്നെ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിവേകമായി ഉടനടിയുള്ള പ്രതികരണങ്ങളും അതല്ലെങ്കിൽ ഉടനടിയുള്ള നടപടികളും ശിക്ഷാവിധികളും എടുക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിൻ്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവേകത്തോടെ എവിടെയാണെങ്കിലും ഒരു സാവകാശത്തോടെ പക്വതയോടെ വിവേകത്തോടെ ഇടപെടുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. വിശ്വാസികളെ നയിക്കേണ്ടത് ഈ സ്വഭാവമാണ്. വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് വിവേകമാണ്, അതല്ലാതെ അവിവേകമല്ല. ചാടിക്കയറിയിട്ടുള്ള മറുപടികളും അതല്ലെങ്കിൽ പെട്ടെന്ന് കയറിയിട്ടുള്ള തീരുമാനങ്ങളും ഉടനടി
എടുക്കുന്ന നടപടികളുമൊന്നുമല്ല വിശ്വാസികൾക്ക് വേണ്ടത്. മറിച്ച് പക്വമായി സാവകാശം ചർച്ചകൾക്ക് അതേപോലെ തന്നെ ശൂറകൾക്കൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി, അതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിന് വേണ്ടത് എന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസ ശദീദു ബിസ്സുറ, മൽപിടുത്തത്തിൽ മറ്റുള്ളവരെ വീഴ്ത്തിയിടുന്ന ആളല്ല ശക്തൻ, മറിച്ച് ഇന്നമ ശദീദുല്ലദി യംലിഖു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ സ്വന്തം നഫ്സിനെ ആത്മനിയന്ത്രണം നടത്താൻ കഴിയുന്ന, അല്ലേ, ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ശക്തരെന്നാണ്. സഹോദരങ്ങളെ, തൻ്റെ നേരെ വരുന്ന എത്ര വലിയ മല്ലനാണെങ്കിലും അയാളെ താഴ്ത്തിയിടാൻ, അല്ലെ, മറിച്ചിടാൻ ഒരുപക്ഷെ കഴിഞ്ഞാൽ അത് ശാരീരികമായി കഴിവുള്ള ആളുകൾക്ക് കഴിയും. പക്ഷെ അതേ സമയത്ത് തന്നെ തനിക്കെതിരെ അവിവേകത്തോടു കൂടി പെരുമാറിയാൽ അയാളോട്, അല്ലേ, ഒന്ന് ചിരിച്ച് അയാളെ ആ രൂപത്തിൽ തിരിച്ചു പ്രതികരിക്കാതെ മാന്യമായ രൂപത്തിൽ പെരുമാറുമ്പോൾ, പ്രതികരിക്കുമ്പോൾ, സഹോദരങ്ങളെ, അതാണ് യഥാർത്ഥത്തിലുള്ള ശക്തി, ആത്മാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തി. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ആ വിവേകം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അവിവേകത്തോടു കൂടിയാണ് പിന്നീട് നമ്മുടെ പെരുമാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ദേഷ്യം എന്നുള്ളത്, അല്ലേ, അത് ഒരുപക്ഷെ നമ്മുടെ വിവേകത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദേഷ്യം വരുന്ന സമയത്ത് ആത്മനിയന്ത്രണം നേടിയെടുക്കാൻ പറ്റിയാൽ അവരാണ് യഥാർത്ഥത്തിലുള്ള ശക്തിമാന്മാർ എന്നാണ്. അത് സഹോദരങ്ങളെ നമ്മളേവരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വിവേകം എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധിയാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടാകും. പക്ഷേ ജന്മസിദ്ധിയാൽ നേടിയെടുക്കുന്ന ഒന്നും ആവില്ല. വിവേകം നമ്മൾ അത് പഠിച്ച് നേടേണ്ട ഒരു കാര്യം കൂടിയാണ്. പറയപ്പെടുന്നൊരു വാക്കാണ് ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വ ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും, അറിവും വിവേകവുമൊക്കെ ആർജിച്ചെടുക്കേണ്ടതാണ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടവരാണ്. അതല്ലാതെ എനിക്കങ്ങനെ ഒരു സ്വഭാവമില്ല, എനിക്കങ്ങനെ ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരടച്ചാക്ഷേപിച്ച് ജന്മനാൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ രീതിയല്ല ശരിയായ രീതി എന്നാണ് നമ്മൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, അപ്പോൾ വിവേകം നേടാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം അള്ളാഹു പറഞ്ഞു തന്നു. വിവേകം നേടാനുള്ള ഒരു മാർഗം എന്താണ്? അവിവേകികൾ നമ്മളോട് പെരുമാറുമ്പോൾ സമാധാനപൂർവ്വം സംസാരിക്കുക. ഈ ഖാലു സലാമ എന്ന് പറയുന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് തഫ്സീർ തൊബരിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. സദാദൻ മിനൽ ഖൗൽ, നേരെ ചൊവ്വെ സമാധാനപൂർവമായ വാക്കുകൾ, അല്ലേ. ഒരാൾ നമ്മളോട് അങ്ങോട്ട് അടച്ച് കയറി സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അടച്ച് കയറി സംസാരിച്ചാൽ അതൊരു പക്ഷേ ആ ഒരു രണ്ട് ടോക്കും തമ്മിൽ വലിയ പ്രശ്നത്തിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് കാർന്ന് തിന്നാൻ വരുന്ന ഒരാളെ അതേ രൂപത്തിൽ അങ്ങോട്ട് പെരുമാറാതെ ഒന്ന് സമാധാനത്തോടെ, അച്ചടക്കത്തോടെ, ശാന്തിയോടെ, പക്വതയോടെ, വിവേകത്തോടെ സംസാരിക്കുക എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാണ് ആയത്തുകളിലും ഹദീസുകളിലുമൊക്കെ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുക. വിവരദോഷികളോട് സംസാരിക്കുമ്പോൾ അവരോട് സംസാരിക്കുകയല്ല, അവരെ തൊട്ട് തിരിഞ്ഞു കളയുകയാണ് വേണ്ടത് എന്നൊക്കെ ഖുർആനിൽ സൂറത്തു ആറാഫിൻ്റെ 199 നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത് വന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു, ഉമറെ, നീ നീതി കാണിച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് അദ്ദേഹം അങ്ങേയറ്റം നീതി കാണിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ച ആളാണ്. ആ ഉമർ അള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുകയാണ്, നീ നീതി കാണിച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഉമർ അള്ളാഹിന് എത്ര ദേഷ്യമുള്ള ആളാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ദേഷ്യത്തോടെ എഴുന്നേറ്റപ്പോൾ ഒരു സ്വഹാബി അവിടെ നിന്ന് ഒരു ആയത്ത് ഓതി കൊടുത്തു എന്നാണ്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലിൻ, വിട്ടുവീഴ്ച സ്വീകരിക്കണം, നല്ലത് പറയണം, നല്ലത് കൽപ്പിക്കണം, അവിവേകികളെ തൊട്ട് തിരിഞ്ഞു കളയണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിടുന്ന് എഴുന്നേറ്റ് പോയി എന്നാണ്. ആലോചിച്ച് നോക്കൂ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ എഴുതി വെക്കേണ്ട, അതല്ലെങ്കിൽ നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഈ ആയത്ത് പഠിപ്പിച്ചത്. വിട്ടുവീഴ്ചയോടെ, നന്മ പറഞ്ഞുകൊണ്ട്, അവിവേകികളെ തൊട്ട് സമയം കളയാതെ അവരോട് നമ്മൾ സംസാരിച്ച് തർക്കിച്ചാൽ ഇങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കി അവിടുന്ന് തിരിഞ്ഞു കളഞ്ഞു വന്നാൽ അതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അവിവേകികളോട് സംസാരിച്ചാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിൻ്റെ 108 പറയുന്നൊരു കാര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഒന്നുകൂടെ ആഴ്ന്ന് ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഓരോ ചർച്ചകൾ, അല്ലേ, ഒരു വിവരവുമില്ലാത്ത ഖുർആനും ഹദീസിനെ സംബന്ധിച്ചൊന്നും അതല്ലെങ്കിൽ പരലോക ബോധമൊന്നും ഇല്ലാത്ത ആളുകളോട് നമ്മൾ ഈ പരലോകത്തെക്കുറിച്ചും അതേപോലെ തന്നെ പ്രവാചകനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ
പ്രിയപ്പെട്ടവരെ, അവരുടെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. പ്രവാചകനെ തെറി വിളിക്കും, തോന്നിവാസങ്ങൾ പറയും, കളിയാക്കും, പരലോകത്തെ നിഷേധിക്കും, പരലോകത്തുള്ള സ്വർഗത്തെ കളിയാക്കും, അവിടെയുള്ള അനുഗ്രഹങ്ങളെ കളിയാക്കും, വേണ്ടാത്തരങ്ങളെയൊക്കെ കളിയാക്കും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരുടെ ആരാധ്യന്മാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത്. എന്തേ കാരണം? ഫയസുബുല്ലാ, അവർ അള്ളാഹിനെയും കുറ്റപ്പെടുത്തും. അപ്പോൾ വിവേകമില്ലാത്ത പെരുമാറ്റം അവരിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. അംർ ഇബ്നു അലി പാടിയൊരു കവിതയുണ്ട്, നമുക്ക് കാണാം. ഇദാനത ഖസ്സഫീഹു ഫലാ തുജിബുഹു ഫഖൈറുൻ മിൻ ഇജാബതിഹി അസ്സുകൂതു. നിങ്ങൾ ഒരു വിഡ്ഢിയായ മനുഷ്യൻ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ അവന് മറുപടി നൽകണ്ട. അവന് മറുപടി നൽകുന്നതിനേക്കാൾ ഖൈറ് സുക്കൂത്തിലാണ്, നിശബ്ദനാകുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻകാന യുക്മിനു ബില്ലാഹി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലുമൊക്കെ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ ഒരു ശ്രദ്ധ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ സംസാരങ്ങളിൽ അബദ്ധവശാൽ പോലും വേണ്ടാത്തരങ്ങൾ വന്നു പോകരുത്. നല്ലത് മാത്രം പറയുന്ന ആളുകളാവണം. ഓരോരുത്തരുടെയും നിലക്കനുസരിച്ച്, അവരുടെ സ്ഥാനത്തിനനുസരിച്ച്, അവരുടെ പ്രായത്തിനനുസരിച്ച്, അവരുടെ സ്ഥാനത്തിനും ബഹുമാനത്തോടെ സംസാരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതേ രൂപത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, സന്ദർഭവും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കി ആളുകളോട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. ആവശ്യമായ സമയത്ത് ആവർത്തനങ്ങൾ നൽകി സംസാരിക്കാൻ കഴിയണം. മുഖത്ത് നോക്കി സംസാരിക്കണമെന്നാണ്. ഇങ്ങനെ ഒരുപാട് സംസാരത്തിൽ നമ്മൾ ശീലിക്കേണ്ട ഒരുപാട് മര്യാദകൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കണം എന്നുകൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ജീവിതത്തിൽ വിവേകത്തോടു കൂടി പെരുമാറാൻ, അവിവേകങ്ങളായി മാറാതിരിക്കാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.